16ാം കേരള നിയമസഭയുടെ സ്പീക്കറെ അല്പസമയത്തിനകം തെരഞ്ഞെടുക്കും. ഇപ്പോഴുള്ള സഭാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. UDF-ൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF-ന്റെ AC മൊയ്തീനും BJP-യുടെ BB ഗോപകുമാറും തമ്മിലാണ് മത്സരം. 102 അംഗങ്ങളുടെ പിന്തുണയുള്ള UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രോട്ടേം സ്പീക്കർ G. സുധാകരൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെയും ഇന്ന് തെരഞ്ഞെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബാലറ്റ് വഴിയാണ് അല്ലേ തെരഞ്ഞെടുപ്പ്? സമയമെടുക്കും. ശ്രീ VD സതീശൻ. തീർച്ചയായിട്ടും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്താണ് ക്രമീകരണമെന്ന് അല്പസമയം മുമ്പ് പ്രോട്ടേം സ്പീക്കർ G. സുധാകരൻ വ്യക്തമാക്കി. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. കാരണം 2 മുന്നണികളായിരുന്നു കേരള നിയമസഭയിൽ എക്കാലവും ഉണ്ട്. 2016-ൽ O. രാജഗോപാൽ വന്നെങ്കിലും അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വോട്ട് പിന്നീട് ശ്രീരാമകൃഷ്ണൻ നൽകിയതൊക്കെ വലിയ വിവാദവും ചർച്ചയുമായിരുന്നു. കഴിഞ്ഞ തവണ BJP-ക്ക് അംഗങ്ങളില്ലായിരുന്നു, പക്ഷേ ഇത്തവണ 3 അംഗങ്ങൾ BJP-ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ 3 മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇരിപ്പിട ക്രമീകരണത്തിന് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും വോട്ട് ചെയ്യാൻ എത്തുകയാണ്. അങ്ങനെ ഇരിപ്പിട ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. 2 ബോക്സ് വച്ചിട്ടുണ്ട്. അതിൽ സ്ഥാനാർത്ഥികളുടെ വോട്ട് നിക്ഷേപിക്കാൻ 2 വശത്തു നിന്നും, പ്രതിപക്ഷത്തു നിന്നും അതുപോലെ ഭരണപക്ഷത്തു നിന്നും 102 വോട്ടാണ് UDF-ന് ലഭിക്കേണ്ടത്. 35 വോട്ട് LDF-ന് ലഭിക്കണം. 3 വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അതിൽ എത്രത്തോളം ആരെങ്കിലും ഇന്ന് സഭയിൽ ആബ്സെന്റ് ആണോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ എണ്ണം കുറവുണ്ടാകാൻ, അല്ലെങ്കിൽ 3 പാർട്ടികളും കൃത്യമായി തന്നെ തങ്ങളുടെ MLA-മാർക്ക് ഇന്നലെ പരിശീലനം നൽകിയിരുന്നു. UDF-ന്റെ കക്ഷി നേതൃത്വവും അതുപോലെ തന്നെ LDF-ന്റെ നിയമസഭാ കക്ഷി പാർട്ടിയും ഇന്നലെ ചേർന്ന് അംഗങ്ങൾക്ക് വോട്ടിംഗ് പാറ്റേൺ, പുതിയ അംഗങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് രീതി എങ്ങനെയാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 2 പക്ഷത്തു നിന്നും നേതാക്കളെത്തി വോട്ട് ചെയ്യുന്നു. AC മൊയ്തീനാണ് ഇടതുമുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF-ൽ നിന്നും, അവരുടെ മുതിർന്ന നിയമസഭാ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF-ന് വേണ്ടിയും മത്സരിക്കുന്നു. BB ഗോപകുമാറാണ്, ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് BJP-യുടെ സ്ഥാനാർത്ഥി. 3 വോട്ട് BJP-ക്ക് ലഭിക്കണം. ഏതായാലും വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഓരോ MLA-മാരായി വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതിനൊടുവിൽ വോട്ട് എണ്ണി പ്രോട്ടേം സ്പീക്കർ വിജയെ പ്രഖ്യാപിക്കും. അതിനുശേഷം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്ന് സ്പീക്കറെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കും. അതിനുശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മറ്റ് കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിക്കും. ആ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. വിജയിച്ച ശേഷം പുതിയ സ്പീക്കർ നിയമസഭയിലെ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തും. വാർത്താ സമ്മേളനവും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഏതായാലും ഇപ്പോൾ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നേതാക്കൾ ഓരോരുത്തരായി വോട്ട് ചെയ്യാനെത്തുന്നു. KN ബാലഗോപാൽ പിണറായി വിജയൻ ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തുന്നു. ദൃശ്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. അദ്ദേഹം ഈ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം KN ബാലഗോപാൽ ആ ലൈനിൽ ക്യൂവിലുണ്ട്. അപ്പുറത്തും അതുപോലെ ഓരോ നേതാക്കളെ മുൻനിരയിൽ നിന്ന് ഇരിപ്പിട ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കളായി വോട്ട് ചെയ്യുകയാണ്. പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം KN ബാലഗോപാൽ, അങ്ങനെ ഓരോ ആളുകളായി വോട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് പരമാവധി അരമണിക്കൂർ മാത്രം നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും. പിണറായി ഇപ്പോൾ വോട്ട് ബോക്സിൽ ബാലറ്റ് ഇടുകയാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാനായി എത്തുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ വോട്ട് സ്വാഭാവികമായും 3 വോട്ടുകളിൽ 1 അതാണ്. KN ബാലഗോപാൽ ഇപ്പോൾ വോട്ട് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഓരോ നേതാക്കളായി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 3 തെരഞ്ഞെടുപ്പ് മാണി സി കാപ്പൻ വോട്ട് ചെയ്യാൻ എത്തുന്നു. K. രാജൻ വോട്ട് ചെയ്ത് മടങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 3 മുന്നണി സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഇതിനെ വിശേഷിപ്പിക്കാം. 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ചിലപ്പോൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മറ്റും എതിർ മുന്നണി മത്സരിക്കാതെ മാറിയ ചരിത്രം ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് 3 മുന്നണികളും മത്സരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമാനമാകും കാഴ്ചകൾ. ഇപ്പോൾ KK രമ വോട്ട് ചെയ്ത് മടങ്ങുന്നു. അങ്ങനെ ഓരോ നേതാക്കളായി, ഓരോ MLA-മാരായി വോട്ട് രേഖപ്പെടുത്തുകയാണ്. അല്പസമയത്തിലേക്ക്, ഏതാണ്ട് പരമാവധി അരമണിക്കൂർ മതിയാകും. അതിനുശേഷം വോട്ട് എണ്ണി പ്രോട്ടേം സ്പീക്കർ
വിജയിയെ പ്രഖ്യാപിക്കും. അതാണ് ഇപ്പോൾ വോട്ട് രഹസ്യ ബാലറ്റാണ്, അത് പുരോഗമിക്കുകയാണ്. അരുണ്, അപ്പോൾ ഈ BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് പരിഹരിക്കാനായിട്ടുണ്ടോ? കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയുന്നു. BJPക്ക് 3 അംഗങ്ങളാണുള്ളത്. അതിൽ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ സംസ്ഥാന അധ്യക്ഷനും MLA-മാരായുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തെ പ്രതിനിധി, മുൻ അധ്യക്ഷൻ V മുരളീധരൻ കഴക്കൂട്ടത്തെയും പ്രതിനിധി. ഈ രണ്ടുപേർക്കും നിയമസഭാ കക്ഷി നേതാവാകണം. ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ആ രണ്ടുപേർ മാത്രമല്ല, അവരുടെ അനുയായികളും അതിനുവേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇന്നലെ കക്ഷിയോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവ് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ കക്ഷിയോഗം ചേർന്നെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിന് നിയമസഭയിൽ മുൻനിരയിൽ ഇരിപ്പിടമുണ്ടാകും. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയുണ്ടാകും. അത് ആരാകണമെന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നലെ മുൻനിരയിൽ മറ്റു കക്ഷി നേതാക്കൾക്കൊപ്പം ഇരിപ്പിടം കിട്ടിയത്. ആ ഇരിപ്പിടത്തിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട തർക്കം. V മുരളീധരനും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തും. 3 പദവികളാണ് ഒരു പാർട്ടിക്ക് സഭയിൽ അങ്ങനെ ലഭിക്കുക. ഒന്ന് കക്ഷി നേതാവ്, മറ്റൊന്ന് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി, മൂന്നാമത്തേത് ചീഫ് വിപ്പ്. സ്വാഭാവികമായും ഇതിലൊരാൾ കക്ഷി നേതാവും, BJPയുടെ കാര്യം നോക്കുമ്പോൾ ഒരാൾ കക്ഷി നേതാവും, മറ്റൊരാൾ പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷി സെക്രട്ടറിയും, മറ്റേയാൾ നിയമസഭാ ചീഫ് വിപ്പും വിപ്പുമാകും. സ്വാഭാവിക ഗോപകുമാർ വിപ്പാകും. ഈ കക്ഷി നേതാവ് ആരെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കമുള്ളത്. ഇന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു രണ്ട് കൂട്ടരും ഒരു വഴങ്ങാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ ഈ പ്രശ്നം പോവുകയാണ്. കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അംഗങ്ങൾ ഓരോരുത്തരായി വോട്ട് ചെയ്യുന്നു. രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ്. VV അരുൺ പറയുന്നതനുസരിച്ച് ഏതാണ്ട് അരമണിക്കൂർ എങ്കിലും കഴിഞ്ഞാകും. അരമണിക്കൂർ സമയമെങ്കിലും എടുക്കും മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്യാൻ. അതിനുശേഷം ഫലം വരാൻ അല്പം കൂടെ സമയം എടുക്കും. വോട്ടെണ്ണലടക്കം നടത്തേണ്ടതുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം വരാം എന്ന് കരുതുന്നു.